ഹലോ, രാവിലെ തന്നെ ഈ കുടുംബത്തോടെ നമ്മൾ പോണത് എങ്ങോട്ടെന്ന് അറിയോ? വേറെ എങ്ങോട്ടും അല്ല, വേസ്റ്റ് എടുക്കാൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യോടെ തന്നെ വേസ്റ്റ് കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇരിക്കും. പിന്നെ നാളെ രാവിലെ വരുള്ളൂ. അതിനിടയിൽ നമ്മൾ എല്ലാവരും കൂടെ ഒളിച്ചിരുന്ന് മോനെ പറ്റിക്കാനായിരുന്നു കേട്ടോ. പക്ഷേ വന്നത് കയ്യിൽ ഞാൻ കടല ഇട്ട് വെച്ചിരുന്ന ഡപ്പയും കൊണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതിനെ തറയിലൊന്നും തട്ടാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് നേരെ നോക്കിയപ്പോൾ നമ്മുടെ ദത്തൂരുണ്ട്. നമ്മുടെ നടയിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കൽ, വെള്ളം കുടിക്കൽ, അങ്ങനെ ഓരോ പരിപാടികളാണ്. അതെല്ലാം നമുക്കിങ്ങനെ വിശാലമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇരുന്നിങ്ങനെ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ വിശാലമായിട്ടിരുന്ന് വെള്ളവും കുടിക്കുക, ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തന്നെ ഞാൻ അരി ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടു അതെല്ലാം കയ്യോടെ 2 പാത്രത്തിലായിട്ട് അരച്ചു വെച്ചു. ഇവിടെ 3 പേരിരുന്ന് കാര്യം പറയണണ്ടാത്തൊന്നും ഇവർക്ക് 3 പേർക്കും പരസ്പരം പറയണം മനസ്സിലാവും. പക്ഷേ ഒന്നുമല്ല കേട്ടോ, ഇവർക്ക് പരസ്പരം പറയണ ഒന്നും മനസ്സിലാവില്ല. അവൻ ആസാമീസും ഇവർ മലയാളീസും അങ്ങനെയാണ് കേട്ടോ. ഇവർ ഇന്നലെ എന്നിട്ട് കൈയോടെ വാങ്ങിച്ച പാത്രങ്ങളും കൂടെ കൈയോടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇവിടെ എന്നും നിറയുന്ന ഒരു സാധനം ഈ തുണി നനയ്ക്കുന്ന പാത്രമാണ് കേട്ടോ. അത് കൈയോടെ തുണി നനച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഡബിൾ ഇരട്ടിയാവും. അതുകൊണ്ട് അത് തന്നെ കൈയോടെ ചെയ്തു. പിന്നെ ഉച്ചത്തേക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇന്നലെ തിരുവോണം ആയതുകൊണ്ട് തിരുവോണത്തിൻ്റെ കറികളെല്ലാം ഇരുന്നുകൊണ്ട് അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കൈയോടെ തന്നെ മാവിനെ അരച്ചങ്ങ് വെച്ച് കേട്ടോ.